ഹലോ എല്ലാ കൂട്ടുകാർക്കും സ്പോർട്സ് ന്യൂസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ISLൽ തന്നെ ഏറ്റവും കൂടുതൽ പരിചയസമ്പത്തുള്ള അറ്റാക്കിംഗ് മിഡ്ഫീൽഡറിൽ ഒരാൾ തന്നെയാണ് സാവി ഹെർണാണ്ടസ് എന്ന സ്പാനിഷ് താരം. നിലവിൽ താരമാകട്ടെ ISLൽ എത്തിയത് ATKയിലൂടെയാണ്. കഴിഞ്ഞ 5 സീസണിലധികമായി താരം ISLൽ പന്ത് കിട്ടുന്ന മികച്ചൊരു ഫോറിൻ താരം തന്നെയാണ്. താരം ATKയിലൂടെ ISLലേക്ക് എത്തിയതിനു ശേഷം ATK മോഹൻ ബഗാൻ, ഒഡീഷ FC, ബംഗളൂരു FC, ഇപ്പോൾ അവസാനമായി ജംഷഡ്പൂർ FCയിലും താരം പന്ത് കിട്ടി. താരം ISL ഉടനീളം കളിച്ച എല്ലാ സീസണുകളിലും മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ച ഒരു മികച്ച താരം തന്നെയാണ് സാവി ഹെർണാണ്ടസ്. നിലവിൽ താരത്തിൻ്റെ പ്രായമെന്ന് പറയുന്നത് 35 വയസ്സാണ്. നിലവിൽ താരത്തിൻ്റെ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് 1.60 കോടി രൂപയാണ്. ഇപ്പോൾ നിലവിൽ താരം ജംഷഡ്പൂർ FCയുമായി കരാർ അവസാനിപ്പിച്ചു. അതായത് തന്നെ കരാർ ഈ കഴിഞ്ഞ മെയ് 31 അവസാനിച്ചിട്ടുണ്ട്. നിലവിൽ താരം ഒരു ഫ്രീ ഏജൻ്റാണ്. നിലവിൽ താരത്തിനെ ഫ്രീ ട്രാൻസ്ഫർ വഴി ഏത് ടീമിന് വേണമെങ്കിലും സ്വന്തമാക്കാം. നിലവിൽ താരമായി നിലവിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC, ചെന്നൈയിൻ FC എന്നീ ടീമുകൾ ചർച്ചയിലുണ്ടെന്നുള്ള വാർത്തയാണ് ഇപ്പോൾ കൺഫേം ചെയ്തിരിക്കുന്നത്. എല്ലാ പ്രമുഖ മാധ്യമങ്ങളും ഇക്കാര്യം വ്യക്തമാക്കി. ട്രാൻസ്ഫർ മാർക്കറ്റിൽ അടക്കം ഇക്കാര്യം വ്യക്തമായിട്ടുണ്ട്. നിലവിൽ ചെന്നൈയിൻ FCയും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FCയുമാണ് താരവുമായി ചർച്ച നടത്തുന്നത്. അപ്പോൾ ഇരു ടീമുകളും സാവി ഹെർണാണ്ടസിനെ പോലെ താരത്തിന് വളരെയധികം ആവശ്യമുള്ളൊരു ടീം തന്നെയാണ്. അപ്പോൾ കണ്ടനറിയാണ് എവിടേക്കായിരിക്കും സാവി ഹെർണാണ്ടസ് പോകുക എന്ന്. ഇപ്പോൾ കിടന്ന ഏറ്റവും വലിയ റിപ്പോർട്ടിൽ പ്രകാരം ചെന്നൈയിൻ FC തന്നെയാണ് ലീഡ് ചെയ്യുന്നത്. അതായത് സാവി ഹെർണാണ്ടസിനെ സ്വന്തമാക്കാൻ ഈ ഒരു ട്രാൻസ്ഫർ മാർക്കറ്റിൽ ചെന്നൈയിൻ FC തന്നെയാണ് ലീഡ് ചെയ്യുന്നത്. നിലവിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC താഴേക്കെന്നുള്ള ഒരു ഉത്തരമാണ് ലഭിക്കുന്നത്. നിലവിൽ ട്രാൻസ്ഫർ മാർക്കറ്റിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. നിലവിൽ ചെന്നൈയിൻ FCയാണ് താരത്തെ സൈൻ ചെയ്യാൻ മുൻരംഗത്തുള്ളത്. ഇപ്പോൾ കണ്ടനറിയണം സാവി ഹെർണാണ്ടസ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FCയിലേക്ക് പോകുമോ അതോ ചെന്നൈയിൻ FCയിലേക്ക് പോകുമോ എന്ന്. ഇപ്പോൾ ISLൽ ഈ താരത്തെ ആര് സ്വന്തമാക്കിയാലും അവർക്കൊരു മികച്ച സൈൻ തന്നെയാണ്. ഇപ്പോൾ 35-കാരനായ സാവി ഹെർണാണ്ടസ് ISL ഇനിയും തുടരുമോ എന്ന് കണ്ടനറിയണം. അപ്പോൾ ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാത്രം പോവുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.